ഹലോ കൂട്ടുകാരെ, ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം വളരെ മോശമായിരുന്നു. ഇന്നും അതുപോലെ തന്നെയാണ്. മഴ പെയ്തപ്പോൾ ഇവിടെ കറണ്ട് പോയി. പിന്നെ ഈ വലിയ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ പരിസരത്ത് എപ്പോഴും ഇരുട്ട് പോലെയാണ്. അന്തരീക്ഷം മൂടിക്കെട്ടിയാണ് കേട്ടോ നിൽക്കുന്നത്. ഇപ്പോൾ ഇതാ എന്തോ ഒരു ഭാഗ്യത്തിന് വെയിൽ വന്നു. ചെറുതായിട്ടൊരു വെയിൽ, അസ്തമയ സൂര്യൻ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയിരുന്നു, രണ്ടാമത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോയത്. പ്രത്യേകിച്ച് മുഴകളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പൊയ്ക്കോളും എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ CT സ്കാനിലൂടെ വീണ്ടും ഒരു മുഴ കൂടെ ഉണ്ടെന്ന് അറിയാൻ പറ്റി. അപ്പം എൻ്റെ ശരീരത്തിലൊരു 5ഓളം മുഴകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവരൊക്കെ വലിയ പ്രശ്നമില്ലാതെ അവിടെ ഇരിക്കുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കും വലിയ പ്രശ്നമില്ല. പിന്നെ ഞാൻ ചെറിയ ചെറിയ പണികൾക്കൊക്കെയാണ് പോകുന്നത്. വലിയ പണികൾക്കൊന്നും പോകുന്നില്ല. കളയ്ക്കാനോ ചുമടെടുക്കാനോ ഒന്നും പോകാറില്ല. ഒരു മാസത്തിൽ 5ഓ 8ഓ അങ്ങേറ്റുമ്പോഴേ 10ഓ പണി കിട്ടും. ആ പണി കൊണ്ട് തന്നെ ഞാൻ ലോണും അടയ്ക്കും, അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തും. പിന്നെ എന്നെ സംബന്ധിച്ച് വലിയ ആർഭാട ജീവിതങ്ങളോ ആടയാഭരണങ്ങളോ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണക്കാരിയായൊരു വീട്ടമ്മയായിട്ട് ജീവിക്കുന്ന ആളാട്ടോ. അപ്പം പിന്നെ നമുക്ക് ആ രീതിയിൽ അങ്ങ് പോയാൽ മതിയില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഞാൻ ഒരുപാട് ഭക്ഷണം വാരി വലിച്ച് കഴിക്കും. അത്യാവശ്യം നമുക്ക് കഴിക്കേണ്ടതായ ആഹാരം അത് മതി, അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് എൻ്റെ ശരീരത്തിലിരിക്കുന്നവർക്കും വളരാനുള്ള വലിയ ചാൻസ് കുറവാണ്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് എന്നെ സംബന്ധിച്ച് ഇപ്പം ചെറിയ പണികൾക്കൊക്കെ പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ശരീരത്തിൻ്റെ ഭാരം കുറയുന്നുണ്ട്. അതെന്നെ സംബന്ധിച്ച് എന്താണെന്നറിയില്ല, എൻ്റെ ഈ ശരീരത്തിലെ രോഗാവസ്ഥ കൊണ്ടായിരിക്കാം. അതൊന്നും കുഴപ്പമില്ല. കിട്ടുന്നിടത്തോളം പണിയാൻ പോവുക, ആരോഗ്യത്തോടെ ഇരിക്കാൻ എന്നും സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. എൻ്റെ കൊച്ചു വീഡിയോ ഒക്കെ കണ്ടിട്ട് എൻ്റെ ഈ അവസ്ഥയൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ എന്നൊക്കെ. എനിക്കതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അവരെയൊക്കെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു കേട്ടോ. പിന്നെ എനിക്ക് കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു തന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ഞാൻ എൻ്റെ സ്നേഹത്തോടെ തന്നെ ഓർക്കാം കേട്ടോ. അവരോടൊക്കെ എനിക്ക് നന്ദിയുണ്ട്. അപ്പം ഇനി അടുത്ത പ്രാവശ്യം സ്കാൻ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് നമുക്കിതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് എന്നെ സംബന്ധിച്ച് ഗുളികയും മരുന്നുകളും ആവശ്യമായിട്ട് ഒന്നും ഇതിന് കഴിക്കാൻ പാടില്ല. ആ ഒരവസ്ഥയുണ്ട്. പിന്നെ ഒരു പനിയൊക്കെ വന്നാൽ ഒരു പാരസെറ്റമോളിൻ്റെ പകുതിയാണ് ഞാൻ കഴിക്കാറ്. പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ ഭാഗ്യം, അങ്ങനെയൊന്നും ഒരസുഖം വേറെ വരാറില്ല. ജലദോഷമോ പനിയോ ഒന്നും എന്നെ സംബന്ധിച്ചില്ല. അതൊക്കെ എന്നെ സംബന്ധിച്ചൊരു ഭാഗ്യമാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഒരു മുൻകരുതൽ വേണമല്ലോ. ഒരു ചെറിയ സാമ്പത്തികമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ സാഹചര്യം അതായി പോയതുകൊണ്ടാണ്. പെട്ടെന്നൊരാവശ്യം വന്നാൽ നമുക്ക് എടുക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ വിവരമൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു വരുമാനമൊക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ എനിക്കൊരു മുൻകരുതൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഇതൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇതുവരെ തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നെയും നിങ്ങളിൽ ഒരാളായി കണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ. എൻ്റെ അപ്പോൾ എല്ലാവരും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പറയാൻ വന്നതെന്നാന്ന് വെച്ചാൽ, ഈ അന്തരീക്ഷത്തിൻ്റെ വെളിച്ചം ഇത്രയും നേരം എനിക്ക് കിട്ടിയത് കൊണ്ട് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുത്ത് എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങളൊക്കെ സ്വീകരിക്കണം. ഇപ്പം വേറൊന്നും പറയാനില്ല. ഇനി അടുത്ത വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഓക്കെ.